കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പനയിൽ ഒരു ബണ്ടിലിന് 6000 രൂപ തനിക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നതായി KSU മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിഖ് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഷാലിഖ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തനിക്ക് കഞ്ചാവ് കൈമാറിയ ആളെ സംബന്ധിച്ച് ഷാലിഖ് തുടർച്ചയായി മൊഴിമാറ്റുന്നത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുകയാണ്. 900 ഗ്രാം തൂക്കം വരുന്ന ഒരു ബണ്ടിൽ കഞ്ചാവ് തനിക്ക് ലഭിക്കുന്നത് 18000 രൂപയ്ക്കാണെന്നാണ് KSU യൂണിറ്റ് സെക്രട്ടറി ഷാലിഖ് പോലീസിനോട് പറഞ്ഞത്. ഹോസ്റ്റലിൽ എത്തിച്ചു നൽകുമ്പോൾ 24000 രൂപ ലഭിക്കും. 6000 രൂപയാണ് തൻ്റെ കമ്മീഷൻ. താനും KSU പ്രവർത്തകനായ ആഷിഖും ചേർന്ന് ഈ തുക വീതിച്ചെടുക്കും. മറ്റ് കാമ്പസുകളിലേക്കുള്ള കഞ്ചാവും കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെത്തിച്ച് ചെറിയ പാക്കറ്റുകളിലാക്കിയിരുന്നു. റെയ്ഡിനിടെ അറസ്റ്റിലായ ആകാശായിരുന്നു ഇതിനെ സഹായിച്ചിരുന്നത്. തനിക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നതിൽ ഷാലിക്ക് കൃത്യമായൊരു മൊഴി ഇതുവരെ പോലീസിന് നൽകിയിട്ടില്ല. ആലുവയിൽ താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി എന്ന ആദ്യം മൊഴി നൽകിയെങ്കിലും പെരുമ്പാവൂരിലുള്ള ജാർഖണ്ഡ് സ്വദേശി എന്ന് പിന്നീട് മാറ്റി പറഞ്ഞു. ഷാലിക്ക് പറഞ്ഞ ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റാരെയോ രക്ഷപ്പെടുത്താൻ KSU യൂണിറ്റ് സെക്രട്ടറി ശ്രമിക്കുന്നുണ്ടോ എന്നാണ് പോലീസിൻ്റെ സംശയം. സാധനം സേഫല്ലേ എന്നൊരു സന്ദേശം റെയ്ഡിനിടെ ആകാശിൻ്റെ ഫോണിലേക്ക് വന്നിരുന്നു. സന്ദേശം അയച്ചയാളെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തെങ്കിലും ഇയാളെ കേസുമായി ബന്ധപ്പെടുത്താൻ ആവശ്യമായ മറ്റു തെളിവുകളൊന്നും ലഭിച്ചില്ല. ആകാശുമായി പണമിടപാടുകൾ നടത്തിയ മറ്റു ചില വിദ്യാർത്ഥികളെയും പോലീസ് കണ്ടെത്തിയെങ്കിലും ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷം രക്ഷിതാക്കളെ വിവരമറിയിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി.